ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിച്ചു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തേങ്ങാ ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് തേങ്ങ. ഞാനിപ്പോൾ ഒരു അരമുറി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കേണ്ട തേങ്ങ നല്ലതുപോലെ വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തിക്ക് കൊടുക്കും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനുള്ളിൽ ആ കറുത്ത ഭാഗം ഉണ്ടല്ലോ, അത് മാക്സിമം ഒന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് അടുത്ത് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഈ അരമുറി തേങ്ങയ്ക്ക് ഈ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവ് ഉണ്ടാവും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി. ഈ ഒരു അളവിൽ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തിക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ചെറിയ ജീരകം ഇല്ലാതെയും നമുക്ക് തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ജീരകം ഉണ്ടെങ്കിൽ അതുകൂടി ഉറപ്പായിട്ടൊന്ന് ചേർത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. ഇതുപോലെ ഒരു 10-12ഓളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മൂത്ത്നെസ് നമ്മുടെ ഈ തേങ്ങാ ചട്നിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഈ അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. റോസ്റ്റഡ് ദാലാണ്, അപ്പോൾ അത് ചേർക്കാം. നമ്മുടെ ഈ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നാലും നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ തരി ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ ചമ്മന്തിക്ക് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. അതായത് അധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ലൂസായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് സ്മൂത്തായിട്ടും അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ തരിയോടുകൂടി വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മളിതിലേക്ക് നന്നായിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തിക്ക് ചേർത്തേക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടി. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. നല്ലതുപോലെ ഫ്ലെയിം എല്ലാം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉഴുന്നെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നമ്മുടെ ഉഴുന്നും പരിപ്പും എല്ലാം ഇതുപോലെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് താളിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരേ ഒരു വറ്റൽമുളക് ഞാനിപ്പോൾ ചേർക്കുകയാണ്. 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ഒരു പകുതി അളവിൽ നാരങ്ങയും കൂടി. ഇതുപോലെ ഒരല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ചമ്മന്തി കിട്ടുന്നത്.
കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് താളിപ്പ് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതുവരെയും തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, എന്നാലേ വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.